ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടി വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ കൺമണിനെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ രാഹുലിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കിടത്തിയിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ രാഹുൽ ആ ഒരു വീഡിയോസും, അതായത് ക്യാമറയിൽ പതിനെ വീഡിയോ നോക്കുന്നുണ്ട്. കുഞ്ഞിനെ ആരാണ് അവിടെ കൊണ്ടുവന്ന് കിടത്തിയെന്നുള്ള സത്യം അറിയാനായിട്ട്. അപ്പോഴാണ് രാഹുലിന് മനസ്സിലാവുന്നത് രാത്രിക്ക് രാത്രി കിരണും കല്യാണിയും കൂടിയിട്ട് കുഞ്ഞിനെ കൊണ്ട് കിടത്തിയതാണെന്ന് രാഹുൽ മനസ്സിലാക്കുക കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കിരൺ രാവിലെ തന്നെ രാഹുലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പറയുന്നുണ്ട് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് എന്തിനാണെന്നറിയാവോ, ആ കുഞ്ഞ് താരാൻ്റെ കൊച്ചുമകളായത് കൊണ്ടിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യങ്ങളൊക്കെ സരിയും അറിയുന്നുണ്ട്. സരിക്ക് വലുത് ഷോക്കാവാണ്. അത് മാത്രമല്ല കിരൺ മറ്റൊരു സത്യം കൂടി പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ആരാ കൊടുത്തതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂട്ടല്ലേ, ഇതെന്താണ് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് നോക്കിക്കോ, ഒരു കുട്ടിയെടുത്താണ് നിങ്ങളെല്ലാം ചെയ്തത്, ഇത്ര നാൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ക്ഷമിച്ചായിരുന്നു, പക്ഷെ ഇത് ക്ഷമിച്ചു തരില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും ഒരു കുഞ്ഞിനെ മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യ കുറേ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ആ ഭിക്ഷാടകൻ ഇവ പോലീസ് സ്റ്റേഷനിലാണ്, നിങ്ങളുടെ ഭാര്യയെ മിക്കവാറും പോലീസ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുക കേട്ടോ. സരിയും വിചാരിക്കും കൊണ്ടോട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കണം എന്ന് സരിയും വിചാരിക്കുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസുകാർ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കേസും, അതായത് അവർ കൊടുത്തിട്ടുണ്ടല്ലോ, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ആ കേസിൽ മനസ്സിലാവാണ് ഷാരി തന്നെയാണ് തെറ്റ് ചെയ്തതെന്നുള്ള സത്യം. അത് മനസ്സിലാക്കുന്ന പോലീസുകാർ ഷാരിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊള്ളുന്ന ഭാഗങ്ങളും നമുക്കിനി കാണാൻ പറ്റും കേട്ടോ. പിന്നെ മാത്രമല്ല സരിയു തന്നെ ശരിക്കുമായിട്ടുള്ള അമ്മയായിട്ടുള്ള താരേനെ അംഗീകരിക്കണമുണ്ട്. കാരണം കിരണും കല്യാണി ഇത്ര നാളെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് കിരണും കല്യാണി എന്നല്ല എല്ലാവരും പറഞ്ഞത്, താരയാണ് സ്വന്തം അമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സരിയു ഒരിക്കലും താരേനെ ആക്സെപ്റ്റ് ചെയ്യില്ല, താരേനെ തള്ളിക്കളയുള്ളൂ എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഷാരി വരെ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, സരിയു താരേനെ അംഗീകരിക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല ഇത്രയും നാളെ താരയുടെ ചെയ്ത ക്രൂരതകൾ, ഉന്തിയിടുക, തള്ളുക, പറഞ്ഞു ഒരുപാട് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക, അതിനെയൊക്കെ സോറി സരിയു താരയുടെ ചോദിക്കും കേട്ടോ. അതിനുശേഷം അമ്മയും മോളും കൂടി കെട്ടിപ്പിടിച്ച് ഒന്നാവുന്ന ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടിപൊളി ഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.